സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം കടുപ്പിക്കുകയാണ് CPO റാങ്ക് പട്ടികയിലുള്ളവർ. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധിക്കുകയാണ്. വലിയ ഗതാഗത തടസ്സമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഗോകുൽനാഥ് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, പ്രതിഷേധം ഇങ്ങനെ കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനവും ചർച്ചയും ഒന്നും ഉണ്ടാകുന്നില്ല. ഇനിയും ഇങ്ങനെ സമരം കടുപ്പിക്കാൻ തന്നെയാണോ തീരുമാനം? ഇപ്പോഴും ഇങ്ങനെ റോഡ് ഉപരോധിക്കുകയാണോ? പൂജ, തീർച്ചയായും സമരം കടുപ്പിക്കുകയാണോ CPO റാങ്ക് പട്ടികയിലുള്ളവർ? പ്രതീകാത്മകമായി വെള്ളപറിച്ചും ശവമഞ്ചും ചുമന്നുമൊക്കെ ആയിരുന്നു മുൻ സമരങ്ങൾ എന്നുണ്ടെങ്കിൽ ഇത്തവണ 300-ലധികം പേരാണ് ഈ റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. വലിയ പോലീസ് സുരക്ഷയും ഒപ്പം ഒരുക്കുന്നുണ്ട്. മുൻപ് ഇവര് വലിയ രീതിയിൽ ഒരു മാസമായി സമരം ചെയ്തു വരികയാണ്. തലമുണ്ടനം ചെയ്തും പ്രതീകാത്മകമായി വെള്ളപറിച്ചും ശവമഞ്ചം ചുവന്നും കല്ലുപ്പിന് വീതം മുത്തൂട്ടിയിരുന്നും ഒക്കെ ആയിരുന്നു സമരം എന്നുണ്ടെങ്കിൽ ഇത്തവണ അത് കുറെ കൂടെ കടന്നിരിക്കുന്നു. റോഡ് മൊത്തത്തിൽ ഏറെക്കുറെ കൈയടക്കിയ സ്ഥിതിയാണുള്ളത്. ഒപ്പം തന്നെ ഇതിനടുത്ത് തന്നെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സമരവേദിയിൽ നിന്നുള്ളവർ കൂടെ ഇതിനൊപ്പം തന്നെ ചേരുന്നുണ്ട്. അവരും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവരിൽ വലിയ സമരം.